തണ്ണീർത്തട നിയമം ലംഘിച്ച് തൃശൂരിൽ LDF ഭരിക്കുന്ന ചേലക്കര പഞ്ചായത്തിൽ അനധികൃത നിർമ്മാണം. ഒരേക്കറോളം നിലം നികത്തി കൺവെൻഷൻ സെന്ററാണ് നിർമ്മിച്ചത്. 2 വിവാഹങ്ങൾ ഇവിടെ നടന്നിട്ടും നടപടിയെടുക്കാൻ പഞ്ചായത്തും തയ്യാറായിട്ടില്ല. കൺവെൻഷൻ സെന്ററിന് കേവലം 100 മീറ്റർ അപ്പുറത്താണ് പഞ്ചായത്ത് ഓഫീസ്. തൊട്ടടുത്തായിട്ടും തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചുള്ള നിർമ്മാണം പഞ്ചായത്ത് അധികൃതർ മാത്രം അറിഞ്ഞില്ല. ഒരേക്കറോളം ഭൂമി നികത്തി 7500ഓളം സ്ക്വയർ ഫീറ്റിലുള്ള ഇരുനില കെട്ടിടം മാസങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അനുമതിയില്ലാത്ത കെട്ടിടത്തിൽ ഇതിനോടകം 2 കല്യാണങ്ങളും നടത്തി. ചേലക്കര സ്വദേശികളായ തൈക്കാട്ടു വീട്ടിൽ സുരേഷ്, രാജേഷ്, സന്തോഷ് എന്നിവരുടെ പേരിലാണ് ഭൂമി. ഭരണപ്രതിപക്ഷ ഭേദമന്യേ പഞ്ചായത്തിൽ ഇവർക്കുള്ള സ്വാധീനമാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ സഹായിച്ചതെന്നാണ് ആക്ഷേപം. നിലവിൽ ബിൽഡിംഗ് നമ്പറോ വൈദ്യുതി കണക്ഷനോ കെട്ടിടത്തിന് ലഭിച്ചിട്ടില്ല. പൂർണ്ണമായും ജനറേറ്റർ ഉപയോഗിച്ചാണ് പ്രവർത്തനം. നിയമലംഘനത്തിന് പിഴയടച്ച് പിന്നീട് കെട്ടിടം നിയമാനുസൃതമാക്കാമെന്ന നിലപാടിലാണ് ഉടമകൾ. അനധികൃത നിർമ്മാണത്തിനെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് ചേലക്കര ടൗൺ വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ. യാതൊരു പഞ്ചായത്തിനകത്ത് ഒരു രേഖ പോലും കൊടുക്കാതെയാണ് ഇത്രയും വലിയ കെട്ടിടം ഇവിടെ കെട്ടി പൊങ്ങിയിട്ടുള്ളത്. അതിന് ശക്തമായ നടപടി എടുക്കണം. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കടലാസ് പോലും, ഞാൻ ഇത് വാർത്ത വന്നതിന് ശേഷം അന്വേഷിച്ച് നോക്കിയപ്പോൾ യാതൊരു പെർമിറ്റോ ഒന്നും തന്നെ എടുക്കാതെ ചെയ്തിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ കണ്ടത്. അനധികൃതമായി കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചതിന് പിന്നിലെ രാഷ്ട്രീയ ഇടപെടൽ അന്വേഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നിലമായതിന്റെ പേരിൽ പാവപ്പെട്ടവൻ അന്തിയുറങ്ങാൻ ചുവപ്പുനാട കുരുക്കു തീർക്കുന്ന നാട്ടിലാണ് നിയമവ്യവസ്ഥയെപ്പോലും വെല്ലുവിളിച്ചുള്ള ഈ അനധികൃത നിർമ്മാണം. തൃശൂരിൽ നിന്നും ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.